മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. കളിക്കളത്തിനായി നാടൊരുമിച്ചു. പാറക്കടവ് വേവത്തെ MSF നിർമ്മിക്കുന്ന കളിസ്ഥലത്തിന്റെ ധനശേഖരണാർത്ഥത്തിന്റെ ഭാഗമായി നടത്തിയ ബിരിയാണി ചലഞ്ചാണ് ജനശ്രദ്ധ ആകർഷിച്ചത്. GM മാനാത്വാല സാഹിബിന്റെ നാമധേയത്തിൽ വരുന്ന 46 സെന്റ് കളിസ്ഥലം ബിരിയാണി ചലഞ്ചിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. യുവതലമുറ ലഹരിമുക്ത തലമുറ എന്ന ലക്ഷ്യത്തിനായി ദിനരാത്രങ്ങളില്ലാതെ വനിതാ ലീഗ് ഉൾപ്പെടെ 100ഓളം പ്രവർത്തകർ ഒരുമിച്ചപ്പോൾ 11,111 ബിരിയാണിയാണ് ചലഞ്ചിലൂടെ വീടുകൾ തോറും എത്തിക്കാൻ കഴിഞ്ഞത്. കളിസ്ഥലം നിർമ്മിക്കാൻ 50 ലക്ഷം നേരത്തെ ആളുകളിൽ നിന്നും പിരിച്ചതിന് പിന്നാലെ ബാക്കി തുക ബിരിയാണി ചലഞ്ചിലൂടെ നേടുക എന്ന് ലക്ഷ്യമിട്ടത്. വിവിധ യൂണിറ്റുകളിലായി 2 ദിവസത്തെ കഠിന പ്രയത്നം നാടിന്റെ പുതുതലമുറയെ വാർത്തെടുക്കുക എന്നതാണെന്ന് സംഘാടകർ മീഡിയ വിഷനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേമ്പമ്പാട് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിക്കുന്ന GM മാനാത്വാല സെന്ററിലെ MSF നിർമ്മിക്കുന്ന സ്റ്റേഡിയം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടക്കുന്ന ബിരിയാണി ചാലഞ്ച് വളരെ അത്ഭുതകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ, വനിതകൾ ഉൾപ്പെടെ വേമ്പമ്പാട് വനിതാ ലീഗിൻ്റെയും വേമ്പമ്പാട് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSFൻ്റെയും നൂറുകണക്കിന് പ്രവർത്തകർ 2 ദിവസമായി കഠിനാധ്വാനം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിരിയാണി ചാലഞ്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ അപ്പുറം എത്തിയിരിക്കുകയാണ്. 8000 ബിരിയാണിയായിരുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇന്നത് 11,500-ലെത്തി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഇനി കൊടുക്കാൻ കഴിയുകയില്ല എന്ന കാരണത്താൽ നിർത്തിയിരിക്കുകയാണ്. വളരെ അധികം ഇതിന് പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടും സഹായവും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഏറ്റവും നല്ല ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോകാനിടയുള്ള ഇന്ന് ഈ കാലഘട്ടത്തിലെ യുവതയെ അല്ലെങ്കിൽ കുട്ടികളെ നേരായ മാർഗത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ല മാർഗം ഇത്തരത്തിലുള്ള സ്പോർട്സ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംരംഭവുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പാർലമെന്ററിയൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഗുലാം മുഹമ്മദ് ബനാത്വാലയുടെ പേരിലാണ് നിർമ്മിക്കപ്പെട്ട സെന്ററിലാണ് ഈ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. GM മാനാത്വാല സാഹിബിൻ്റെ നാമധേയത്തിൽ നമ്മൾ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചു. ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണാർത്ഥം വലിയൊരു ചെലവ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ചെലവിലേക്ക് വലിയൊരു ഫണ്ട് ആവശ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേവം ശാഖ MSF നടത്തുന്ന ഒരു ബിരിയാണി ചാലഞ്ചിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. നമ്മുടെ യുവതലമുറ ലഹരി മുക്ത തലമുറ എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ വലിയൊരു ഗ്രൗണ്ട് നിർമ്മിക്കുകയും നമ്മുടെ ലഹരി കളിയിലായി മാറാൻ വേണ്ടി നമ്മുടെ യുവതലമുറയെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിൽ നല്ല ഒരു കളി സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിരിക്കും കുട്ടികൾക്ക് വേണ്ടി 50 സെൻറ്റ് സ്ഥലത്ത് ഇത്ര ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിക്കുന്നത്. ഇവർ കാണിക്കുന്ന ആവേശം നമുക്കത് ഇപ്പം സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. എന്നിട്ടും ഇത്ര ആവേശത്തോടു കൂടി യുവാക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിയായിട്ട് ഉള്ള സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത്. വേവം ശാഖ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന GM മാനാത്വാലയുടെ നാമധേയത്തിൽ നിർമ്മിക്കുന്ന ഒരു വലിയ സ്റ്റേഡിയത്തിൻ്റെ ഫണ്ട് സമാഹരണാർത്ഥം ഇന്ന് ഇവിടെ വേവം MSF യൂണിറ്റ് ഒരു ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വേദിയിലാണ് നമ്മൾ ഓരോരുത്തരും. വളരെ ആവേശം കൊള്ളുന്ന ഒരു വേദിയാണിത്. നമ്മളെ നാട്ടിതുവരെ കണ്ടിട്ടില്ലാത്ത ഏറെ ആവേശം കൊള്ളുന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഞങ്ങൾ 10 ലക്ഷം രൂപ സമാഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ 8000 ബിരിയാണി സെർവ് ചെയ്യുക എന്ന് മാത്രമായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് 11,111 ബിരിയാണിയുടെ ഓർഡർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 11,111 ബിരിയാണിയാണ് നമ്മളിവിടുന്ന് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കാലങ്ങളായിട്ടുള്ള അതിയായ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്വന്തമായൊരു ഗ്രൗണ്ട് എന്നുള്ളത്. അതിപ്പോൾ നമുക്ക് സ്വന്തമായി ലഭിക്കാൻ പോവുകയാണ്. 8000 ബിരിയാണി പ്രതീക്ഷിച്ചു സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് 11,111 എത്തിയത് യുവതലമുറ തെറ്റായ മാർഗത്തിലൂടെ പോകാതിരിക്കാനും സംഘടിക്കാനും ഒരു വേദിയൊരുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് വേവത്തെ MSF മൈതാനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നാടിന് സന്ദേശമുയർത്തുന്നത്. മുസ്ലിം ലീഗ് നേതാവ് നവാസ് PK ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ചോറോട്, വയലോളി അബ്ദുള്ള തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു. സ്റ്റേഡിയം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൌഷാദ് തേർക്കണ്ടി, കൺവീനർ ആഷിഫ് വെട്ടിയാട്ടുമൽ, ട്രഷറർ മുഹമ്മദ് കുന്നത്ത്, തേർക്കണ്ടി കുഞ്ഞബ്ദുള്ള ഹാജി, കരിന്ദ്രക്കോട്ട് കുഞ്ഞബ്ദുള്ള, തേർക്കണ്ടി നൌഷാദ്, ചേനയങ്കണ്ടി മുഷീർ,
കളത്തിക്കണ്ടി സമീർ, മുഹമ്മദ് കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.